ഹായ് ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് ഇലക്ട്രൽ ബോണ്ട്, എന്താണ് ഇലക്ട്രൽ ബോണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസഹായം നൽകാനുള്ള മാർഗ്ഗമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇലക്ഷൻ ഫണ്ടിങ്, അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഉള്ള ഫണ്ടിങ്, അതിന് ആവശ്യമായിട്ടുള്ള ധനശേഖരണം അല്ലെങ്കിൽ അതിനാവശ്യമായുള്ള ഫണ്ടിങ് നൽകുന്നതിനെയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക്. അപ്പോൾ ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് 2017-2018 ഇന്ത്യൻ യൂണിയൻ ബജറ്റിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. 2017 ഇത് അവതരിപ്പിച്ചെങ്കിലും 2018 ധനമന്ത്രാലയത്തിൻ്റെ സാമ്പത്തികകാര്യ വകുപ്പ് ഇത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നത് 2018 ജനുവരി 2 പിന്നീട് 2018 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ 4 വർഷത്തിൽ ഏകദേശം 9857 കോടിയുടെ ഇടപാടുകൾ നടന്നതായിട്ടാണ് പറയുന്നത്. 9857 കോടിയുടെ ഇടപാടുകൾ നടന്നതായിട്ട് പറയുന്നുണ്ട്. 2019 ഇലക്ഷന് മുമ്പ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതിയെ റദ്ദാക്കുമെന്ന് അല്ലെങ്കിൽ നിർത്തലാക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു 2019 മുമ്പ്. ഒടുവിൽ 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി ഈ പദ്ധതിയെ റദ്ദാക്കുകയും ഇത് വിവരാവകാശ നിയമത്തിൻ്റെ ലംഘനമാണെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി ഇത് റദ്ദാക്കിയത്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പുള്ള ആ ഒരു ഇലക്ഷൻ ഫണ്ടിങ് ആയിരുന്നു ഈ ഇലക്ട്രോ ബോണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.